ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കാർത്തു. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്. ഞാൻ അതിൽ 2 റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് ഒരുപാട് വലിയ വീഡിയോസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഞാൻ ജർമ്മനിയിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിൽ വന്നതല്ല. ഞാൻ മാൾട്ടയിൽ നിന്നാണ് ജർമ്മനിയിൽ വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാൾട്ടയിൽ വന്നതെന്ന് ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജർമ്മനിയിൽ എത്തിയെന്ന് പറയാം. ഓക്കെ, ഞാൻ 2022 മാൾട്ടയിൽ എത്തുന്നത്. ഞാൻ വന്നത് സ്പൗസ് വിസ വഴിയാണ്, ഫാമിലി റിയൂണിഫിക്കേഷൻ വിസ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2022 ഓഗസ്റ്റിൽ മാൾട്ടയിലെത്തി. അപ്പോൾ അവിടെ വരാൻ വേണ്ടിയുള്ള കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മാൾട്ടയിൽ വരാൻ വേണ്ടിയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മാൾട്ടയിൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായിരുന്നു ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് എന്ന് വെച്ചാൽ ലീഗലി മാരീഡ് ആയിരിക്കണം, മാരീഡ് സർട്ടിഫിക്കറ്റും വേണം. തേർഡ് എന്ന് വെച്ചാൽ സാലറി റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. 80,000 to 20,000 euro ഇയർലി വേണം ഹസ്ബൻഡിന്. പിന്നെ അതേണക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ്, നല്ല കറക്റ്റായിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റും മസ്റ്റായിട്ടും വേണം. അത് വേണമല്ലോ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ റെൻ്റൽ എഗ്രിമെൻ്റ് ആണ്. റെൻ്റൽ എഗ്രിമെൻറ്റ് വൈഫിൻ്റെയും കൂടെ പേർക്ക് ഉണ്ടായിരിക്കണം, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കൂടെ പേർക്ക് ഉണ്ടായിരിക്കണം. അതിലും ഇമ്പോർട്ടൻറ്റ് അവിടെ താമസിക്കുന്ന ആ ഒരു വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ആർക്കിടെക്റ്റ് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്റ്റ് ചെയ്ത് ഒരു ഫാമിലിക്ക്, ഒരു ഹസ്ബൻഡും വൈഫിനും അല്ലെങ്കിൽ കുട്ടിയുണ്ടെങ്കിൽ കുട്ടി, അവർക്ക് അവിടെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ, അവർക്ക് അവിടെ താമസിക്കാൻ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് ആർക്കിടെക്റ്റിന് സൈൻ വേണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊരു കാര്യം, റെൻ്റൽ എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വെക്കണം എന്നാണ്. FS3 ആണ് ആദ്യം നമ്മൾ വെച്ചിരുന്നത്. അത് ടാക്സിൻ്റെയും സാലറിയുടെയും കൂടെ പേപ്പേഴ്സാണ്. ഇയർലി എത്ര ടാക്സ് നമ്മൾ പേ ചെയ്യുന്നു, എത്ര സാലറിയാണ് നമുക്ക് ഇയർലി ഉള്ളത്, അതിൻ്റെയൊക്കെ ഒരു പ്രൂഫായിട്ട് വെക്കുന്ന ഒരു പേപ്പറാണ് FS3. നെക്സ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം. ആ ഒരു ഇയർലിയിലുള്ള ഹസ്ബൻഡിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ വെക്കണം. ഈ പേപ്പേഴ്സ് നമ്മളിപ്പം എല്ലാം ആക്കിയ പേപ്പേഴ്സും എല്ലാം കൂടെ വെച്ചിട്ട് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യണം. ഐഡൻറ്റിറ്റി മാൾട്ടയെന്ന് വെച്ചാൽ ഇവിടുത്തെ റെസിഡൻസ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓഫീസാണ്. അവിടെ ഇത്രയും അതിൻ്റെ കൂടെ ഒരു കവർ ലെറ്ററും കൂടെ വെക്കണം. എന്താണ് നമ്മുടെ പർപ്പസ്, എന്ത് വിസയ്ക്കാണ് നമ്മൾ വെക്കുന്നത് എന്നൊരു കവർ ലെറ്ററും കൂടെ വെച്ച് നമുക്ക് മെയിൽ ചെയ്യായിരുന്നു അന്ന് 2022 ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞതെന്ന് വെച്ചാൽ അത് അവർക്കൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ഇതെല്ലാം കൂടെ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. ഈ കവർ ലെറ്ററും എല്ലാം വെച്ച് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു അപ്രൂവൽ ലെറ്റർ വരും. അപ്പോൾ ആ അപ്രൂവൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ നാട്ടിലെ BFSൽ പോയി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഒരു 2 to 3 വീക്സ് എടുത്തു എനിക്ക് വിസ അടിച്ച് വരാൻ. ഇത്രയൊക്കെയാണ് ഞങ്ങൾ മാൾട്ടയിലോട്ട് വരാൻ വേണ്ടി പേപ്പർ വർക്ക്സ് കാര്യങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ എനിക്കും ജോലി കിട്ടി. ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 2023 ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്ക് ജർമ്മനിയിലോട്ട് ഒരു ജോലി കിട്ടി. അപ്പോൾ ഇനി ജർമ്മനിയിലോട്ട് ഞങ്ങൾ എങ്ങനെയാണ് വന്നത്, അതിന് വേണ്ടുന്ന പേപ്പർ വർക്ക്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ പറയാം. ഇവിടെ ബഹളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേക്കിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ബഹളമായിട്ടാണ്. ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റമാണ്. അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അപ്പം അവർ നമ്മളുടെ പൊസിഷൻ എന്താണെന്നും സാലറിയും എല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് അവരൊരു അപ്രൂവൽ ലെറ്റർ നമുക്ക് തരും. അപ്പോൾ അവരുടെ ലെറ്ററാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വേണ്ടുന്നത്. അപ്പോൾ അവിടുത്തെ അപ്രൂവൽ ലെറ്റർ വെച്ചിട്ട് മാൾട്ടയിലുള്ള ജർമ്മൻ എംബസിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അത് ഒരു 54 വീക്സിനുള്ളിലേ അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ, ഓൾമോസ്റ്റ് 1 ഇയർ എന്നാണ് അവർ പറയുന്നത്. റിക്വസ്റ്റ് അയച്ചു, എന്നിട്ട് 1 മന്ത് നമ്മൾ വെയിറ്റ് ചെയ്തു, അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് നമ്മൾ എംപ്ലോയർ നമുക്ക് ഒരു പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അത് എടുത്ത് തന്നിട്ട് 2 to 3 വീക്സിനുള്ളിൽ ഒരു പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ് നമുക്ക് എടുത്തു തന്നു എംപ്ലോയർ. ജർമ്മൻ എംബസിയിൽ നമ്മൾ വെക്കേണ്ട പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഉണ്ട്. അത് അവർ റിക്വയർ ചെയ്യുന്ന ഇത്ര സൈസിൻ്റെ ഒരു ഫോട്ടോ വെക്കണം. പിന്നെ ജോബ് കോൺട്രാക്റ്റ് വെക്കണം. പിന്നെ വേണ്ടുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വെക്കണം, നമ്മളെ മാൾട്ടയുടെ ID കാർഡ് വെക്കണം, പാസ്പോർട്ട് വെക്കണം, ജോബ് കോൺട്രാക്റ്റ് മസ്റ്റാണ്. പിന്നെ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയിൽ നിന്നുള്ള ആ ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ട്, അതും കൂടെ. ഇത്രയും കൂടെയാണ് നമ്മൾ
മാൾട്ട ജർമ്മൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ്. ഇത്രയും നമ്മൾ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1 വീക്ക് ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, വിസ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ അവിടെ എംബസിയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടും. അന്നേരം നമ്മളെ പാസ്പോർട്ടിൽ വിസ അടിച്ച് സ്റ്റാമ്പ് ചെയ്ത് ജർമ്മനിയിൽ വരാനുള്ളത് കിട്ടും. ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്തിരുന്ന പേപ്പർ വർക്ക്സ്. ഇതെല്ലാം നമ്മളെ എംപ്ലോയർ ആയിരുന്നു ഗൈഡ് ചെയ്തതും എല്ലാം. നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫീസും എല്ലാത്തിൻ്റെയും ഫീസ് എല്ലാം നമ്മൾ എംപ്ലോയർ തന്നെയായിരുന്നു അടച്ചിരുന്നത്. നമുക്കിവിടെ റൂമിൻ്റെ കാര്യത്തിനായാലും അവർ ഗൈഡ് ചെയ്യും. പക്ഷേ അതിന് വേറൊരു ടീംസ് തന്നെ ഉണ്ട്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളും പ്ലേസും എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഈ കമ്പനിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ വീടെടുത്താൽ വരാൻ കൺവീനിയൻ്റ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ റൂം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അവർ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിൽ പറഞ്ഞാൽ അവർ പോയി തിരക്കും ഇതൊക്കെ ജെന്യുവൻ ആണോ എന്നതൊക്കെ അവർ തിരക്കി നമ്മളെ ഇൻഫോം ചെയ്യും. ഈ കമ്പനിയിൽ നമുക്ക് ജർമ്മൻ സ്പീക്കിംഗ് ആയിരുന്നില്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ജർമ്മൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ നമുക്ക് മനസ്സിലായി ജർമ്മൻ പഠിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്തിനും ഇവരെല്ലാവരും ജർമ്മൻ സ്പീക്കേഴ്സാണ്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും ആരും നമ്മളുടെ അടുത്ത് പറയില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തോ? ഇത്ര മതി, ബാക്കി പിന്നെ പറയാം. അയ്യോ മറന്നുപോയി ഒന്നുകൂടെ. അപ്പൊ ഞാൻ പറയാം, ഞാൻ എവിടം വരെയാണ് പറഞ്ഞത്? ഇങ്ങനൊന്നും അല്ലല്ലോ വിചാരിച്ചത്. ഇപ്പൊ ഞാൻ നല്ലവണ്ണം പറയുന്നില്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പാസ്പോർട്ട് സോറി നെക്സ്റ്റ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അപ്ലൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. ഇത്രയൊക്കെ അല്ലേ പറയില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ.